ഡോക്ടർ പി.എൻ. സുരേഷ് കുമാർ എഴുതിയ വാർദ്ധക്യത്തിലെ മാനസിക പ്രശ്നങ്ങൾ പരിഹാരമാർഗങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കോഴിക്കോട് മലാപ്പറമ്പിലെ ചേതന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എ. ആണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ മലാപ്പറമ്പ് ചേതനയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എ. പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ ഖദീജ മുംതാസിന് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. സുരേഷ് കുമാറിന്റെ വാർദ്ധക്യത്തെ പറ്റിയുള്ള ഒരു പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ വളരെ സമഗ്രമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. സമഗ്രമായ പുസ്തകത്തിന് വളരെ സമഗ്രമായിട്ട് തന്നെ ഡോക്ടർ എം.കെ. മുനീർ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ഇന്നത്തെ ദിനത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു. ബാക്കിയുള്ളവരും പറഞ്ഞിരുന്നു, എങ്കിലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ യുവജനങ്ങളെ ഈ മയക്കുമരുന്നിനെതിരായിട്ട് ബോധവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നാണ് ഈ ഒരു മയക്കുമരുന്നിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മുതിർന്നവർ, അല്ലെങ്കിൽ അതിന്റെ ഒരു റാക്കറ്റ്. അത് അത്ര ഭീകരമാണ്. അപ്പൊ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാതെ കുട്ടികളോട് ബോധവൽക്കരിച്ചിട്ട് വലിയ കാര്യമില്ല. പറഞ്ഞു കൊടുക്കാം, ബോധവൽക്കരിക്കാം, ഇങ്ങനെ ഒന്നുണ്ട്, ഇങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അതിനേക്കാൾ ഉപരി ഈ ഒരു മയക്കുമരുന്ന് മാഫിയയെ പറ്റി കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും മുനീറിനെ പോലെ ഭരണത്തിലൊക്കെ പങ്കാളിത്തം വഹിക്കുന്ന ആളുകൾക്ക് അതിൽ പ്രത്യേകിച്ച് പങ്കുണ്ട്. അതിൻ്റെ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മലാപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലേഷൻസിന്റെ ഡയറക്ടറായ ഡോക്ടർ പി.എൻ. സുരേഷ് കുമാർ ഇതിനോടകം തന്നെ മാനസിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ടൈറ്റിൽ വാർദ്ധക്യം എന്നുള്ളൊരു വാക്ക് ഒരിക്കലും ഇതിന് പേര് കൊടുക്കരുതെന്നാണ് ഞാൻ സന്ദീപിനോട് പറഞ്ഞത്. കാരണം വാർദ്ധക്യം എന്നുള്ളൊരു ബുക്കിന്റെ ഈ ടൈറ്റിൽ പിടിച്ച് ഞാനടക്കം നടന്നു പോകുമ്പം ഒരു വയസ്സായിട്ട് മനുഷ്യൻ അയാളുടെ ചില പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് പുസ്തകം കൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി വരാതിരിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച ടൈറ്റിൽ മനസ്സിന് പ്രായമാകുമ്പോൾ എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആർക്കും മനസ്സിന് ചെറുപ്പത്തിലും പ്രായമാവുന്ന ആൾക്കാരുണ്ട്, പ്രായമാകുമ്പോഴും മനസ്സിന് പ്രായമാവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സ്റ്റിഗ്മ, ഈ വാർദ്ധക്യം എന്നുള്ള സ്റ്റിഗ്മ നമുക്ക് എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിച്ചാണ്. പക്ഷെ എന്നിരുന്നാലും പുസ്തകം നമുക്ക് വായിക്കണമെങ്കിൽ, വാർദ്ധക്യത്തിലുള്ള ആളുകൾ വായിക്കണമെങ്കിൽ അതിലൊരു ടൈറ്റിൽ വാർദ്ധക്യം തന്നെ വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. പിന്നെ ഈ ഒരു പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഒട്ടുമിക്ക ചാപ്റ്ററുകളും ഞാൻ എൻ്റെ നിത്യജീവിതത്തിലുള്ള പ്രാക്ടീസ്, പ്രായമായിട്ടുള്ള ആളുകൾ ഡിപ്രഷനായിട്ട് വരാറുണ്ട്, ഡിപ്രഷൻ എന്നുള്ള അസുഖമായിട്ട് വരാറുണ്ട്, പല വിധത്തിലുള്ള ഉത്കണ്ഠ രോഗങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പം ഇവർക്കിപ്പം ഈ അസുഖത്തിന് മരുന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് പോരാ. പ്രത്യേകിച്ചും നമുക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ എന്താണ് അവർക്കുള്ള രോഗം, അതിന്റെ കാരണം എന്താണ്, മരുന്നുകളല്ലാതെ അതിന് മറ്റ് എന്തെല്ലാം പരിഹാരങ്ങളുണ്ട്, മരുന്നുകളുടെ കൂടെ തന്നെ ഇത് പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും അതിന്റെ തീവ്രത കുറയ്ക്കാനായിട്ട് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്നൊക്കെ അവർക്കറിയണം. ചടങ്ങിൽ ഡോക്ടർമാരായ എ.കെ. അബ്ദുൽ ഖാദർ, എം.ജി. വിനയകുമാർ, ഖദീജ മുംതാസ്, റോഷൻ ജിബിലി, ശങ്കർ മഹാദേവൻ, എം.കെ. രാധിക തുടങ്ങിയവർ സംസാരിച്ചു.